4, 3, 7 പേരുള്ള നിങ്ങൾക്ക് എന്തിനാ ഇത്ര അന്താരാഷ്ട്ര ഇത്ര ടെൻഷൻ എന്തിനാ? തങ്കം പാർട്ടി ഇതേ എന്നെ പറയണ പോലെ അല്ല പാർട്ടിയെ പറയണ നീ എന്താടി കൊതുകിരുന്നതാന്ന്. കൊതുകിരുന്ന് എന്നെ കടിച്ചിട്ട് അങ്ങ് പോകട്ടെ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആവശ്യമില്ലാതല്ല. ഞാൻ ഒരു കാര്യം പറയാം, പാർട്ടി വല്ലതും പറഞ്ഞോണ്ടല്ലോ എന്റെ വിധം മാറും. നീ ഇതെടുത്ത് നീ കഴിച്ചോ. പറയും ഇത് ഇന്ന് തന്നെ തുടങ്ങിയതല്ലോ. നിങ്ങൾ പോയ കാലം മുതൽ ഞാൻ പറയുന്നുണ്ട്, ഇനിയും പറയും. ആ പാർട്ടി കൊണ്ട് ഈ നാടിന് ഗുണമില്ല, ഈ വീടിനും ഗുണമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകും? നാടിന് ഗുണമില്ലെന്ന് നിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ? അങ്ങ് എഴുതാപ്പുറം വായിക്കാണ്. റൊണാൾഡിന്റെ പാർട്ടിയിൽ കുറെ ആവശ്യങ്ങളുണ്ട്. ഒരു ദിവസം പോലും നന്നായിട്ടിരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. റൊണാൾഡിനെ ഇപ്പൊ കൊണ്ടാൻ പറ്റില്ല. എനിക്ക് ഇവിടെ ആവശ്യമുണ്ട് അവനെ കൊണ്ട്. പിന്നെ അൻസാറെ ഞാൻ ഇറങ്ങി. നീ എന്തേ പോന്നെ? ബാക്കിയുള്ളവന്മാരൊക്കെ വിളിച്ചോ? എന്തി എല്ലാരെയും വിളിച്ച് ഒന്ന് അറേഞ്ച് ആക്ക്. ഒന്നാമത് നടരാജൻ ഇല്ല. അവൻ മറ്റേ മൂകാംബിക പോയിട്ട് ബാംഗ്ലൂർ എവിടെയൊക്കെ പോയിട്ട് അവൻ എന്തൊക്കെ ആവശ്യമുണ്ട് തൊഴാനാ. മാക്സിമം ആള് വേണം, പോയി കളക്ട് ചെയ്യണം എല്ലായിടത്തു നിന്നും. അതാണ്. ഞാൻ ഇറങ്ങി. റൊണാൾഡോ ഉണ്ട്, ഞാനും റൊണാൾഡും കൂടെ ഇപ്പൊ ഇറങ്ങും. ഞാനും റൊണാൾഡും കൂടി എങ്ങും ഇറങ്ങണില്ല. പിന്നെ അവനിവിടെ ആവശ്യമുണ്ട്. അവനിവിടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് അവനെ അവിടെ ആവശ്യമുണ്ട്. ആണാ? ഇവനെ തീറ്റി പോറ്റണത് ഞാനാ. എന്തോ അവന് തീറ്റി പോറ്റാണ്. അവൻ എന്തൊരു മാനത്തൊന്നും പൊട്ടി വീണല്ല, അവൻ എന്റെ അനിയനാണ്. ഞാൻ അടുക്കള കിടന്ന് പണി പട്ടിണി ഒന്നുമില്ല. പക്ഷെ ഞങ്ങള് പട്ടിണി കിടക്കും. ഇവിടെ ഒരു സാധനം ഇല്ല, കടയെ വിടണവന്. ഞാൻ പറഞ്ഞാണോ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ, ആ പിള്ളേർക്ക് സ്കൂൾ ഇറക്കണ പുസ്തകങ്ങൾ അത് കളക്ട് ചെയ്യണം. തങ്കഞ്ചേട്ടത്തി ഇപ്പൊ ഇങ്ങനെ നിനക്ക് ഈ തങ്കഞ്ചേട്ടത്തി എങ്ങനെ ഉണ്ടായടാ? എങ്ങനെ ഉണ്ടായി? ഞാനും ബന്ധമാണല്ലോ അല്ലേ, അല്ലാതെ നിനക്ക് വേറെ ബന്ധമൊന്നുമല്ലല്ലോ. നിനക്ക് 4 നേരം വെച്ചുണ്ടാക്കി തരുന്ന ആരാ? ഞാനാ? നീ പോകുവോ? നീ പോകുവോ? അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നീ വർഷാപ്പിൽ പോയി പൈസ ഒന്നും ഇവിടെ ചെലവാക്കണില്ലേ? ഉണ്ടല്ലോ, പൈസ കൊടുക്കണ്ടല്ലോ, സാധനം വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ. ആ കണക്ക് പറയല്ലേ. നീ വർഷാപ്പിൽ പോയി പൈസ ചെലവാക്കുന്നുണ്ട്, അത് ഈ മനുഷ്യനും കൂടി വേണ്ടിട്ടാ. ഇല്ലെങ്കിൽ ഞാൻ ചെലവാക്കണമെന്നും കണക്കിൽ വരൂല, എനിക്ക് അറിയാതെ കൊണ്ട് എല്ലാം കടലിൽ. പഠനോപകരണം വാങ്ങിക്കാൻ എന്തിനു പോണത്? പിള്ളേർക്ക് കൊടുക്കണം. സ്കൂൾ ഒരുപാട് നിർത്തനായ പിള്ളേർ കഷ്ടപ്പെടുന്നുണ്ട്. നീ ഒന്നാമത് DDT പാർട്ടിയിൽ നിനക്ക് മെമ്പർഷിപ്പ് ഉള്ളതാണ്. അപ്പുകുട്ട സാർ സ്ഥിരം പറയുന്നുണ്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട്. ക്ലീറ്റോ അപ്പുകുട്ട സാറിനോട് പറ, ക്ലീറ്റോനെ മാത്രം കണ്ടാ നീ കളിക്കരുത്. ഇവിടെ നിർത്തനായ 2 പിള്ളേരുണ്ടായിരുന്നു. ഒരെണ്ണം എങ്ങനെയോ പഠിച്ച് എവിടെയോ ഇനി ഒരെണ്ണം വരുന്നുണ്ട്. അതിന് ബാഗ് വാങ്ങിച്ചിട്ടില്ല, ബുക്ക് വാങ്ങിച്ചിട്ടില്ല, പെൻസിൽ വാങ്ങിച്ചിട്ടില്ല, ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. നാട്ടുകാർക്ക് പഠനോപകരണം മേടിക്കാൻ പോകും. സ്വന്തം പിള്ളേര് തിന്നില്ലെങ്കിലും ഉടുത്തില്ലെങ്കിലും അന്യ പിള്ളേരെ, കഷ്ടപ്പെടുന്ന പിള്ളേരെ ഉടുപ്പിക്കുക, തീറ്റിക്കുക. അതാണ് വേണ്ടത്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പോയി വണ്ടി നോക്കിപ്പോ. നീയേ നിനക്ക് എന്തെങ്കിലും അവനെ കൊണ്ടുകൂടെ മേടിക്കാണ്, നിന്റെ ആങ്ങളെ കൊണ്ട് മേടിക്കുക. അവൻ എന്റെ അനിയനാണ്, എനിക്ക് അവൻ ആവശ്യം. അയ്യോ, അവൻ നിങ്ങൾ രണ്ടുപേരെയും പോലെയല്ല, അവന് പണിയുണ്ട്. അതുകൊണ്ട് അവന്റെ കുടുംബം അന്തസ്സായിട്ട്. ഒരു പണിയില്ല, അവൻ സ്റ്റേഷനിൽ ഒരു പണിയില്ലാതെ വെറുതെ ഇട്ടിട്ടുണ്ട്. ഡേയ് നീ ഭരണ ഇല്ലയോ? അല്ലാതെ തങ്കഞ്ചേട്ടത്തി ഇങ്ങനെ പോകണ്ടെന്ന് പറയുമ്പോ നീ പോകുവോ? തങ്കഞ്ചേട്ടത്തി പോകണ്ടെന്ന് പറയുമ്പോ ഞാനിപ്പോ നടരാജനും കൂടെ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിന്റെ സഹായം തരണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൂല, അറിയാലോ. ഈ കുടുംബത്തിൽ കുടുംബനാഥൻ ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഓഹോ, പറഞ്ഞില്ലയോ? വേണ്ടടാ നീ നോക്കിക്കോ. നിന്നെ ഞാൻ മനസ്സിലാക്കിയോ? നിന്നെ ഞാൻ നല്ലപോലെ മനസ്സിലാക്കി. നിന്നെ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പണി ഒന്നും കടയിൽ പോണം. എന്നാണ് പോയി